ഓക്കെ ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, സമയമില്ല. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്തുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സ്പെൻഡിച്ചർ ദ ബെനിഫിറ്റ് ഫോർ വിച്ച് ആർ എക്സ്പെക്ടഡ് ടു ബി റിസീവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എക്സീഡിങ് 1 ഇയർ. അതായത് നമ്മൾ ഇതൊരു എക്സ്പെൻഡിച്ചർ ആണ്, നമ്മുടെ ഒരു ചെലവാണ്. ആ ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് 1 വർഷത്തിൽ കൂടുതലായിട്ടായിരിക്കും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോങ് ടൈം ഡിസിഷൻ മേക്കിങ്ങിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ പെർമനന്റ് അസറ്റിന്റെ അക്വിസിഷൻ, അതുപോലെ തന്നെ എക്സ്പാൻഷൻ, ഇംപ്രൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോസ്റ്റുകൾ, പെർമനന്റ് അസറ്റിന്റെ റീപ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് ആണ്. നമ്മുടെ പ്ലാന്റ്, മെഷീനറി, ലാൻഡ് ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയോ അതിനകത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ പ്രോജക്റ്റ് കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ, ഇതെല്ലാം ഇപ്പൊ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു ലോങ് പീരീഡിലത്തേക്കായിരിക്കും, ഭാവിയിൽ ഒരു ലോങ് പീരീഡിലായിട്ടായിരിക്കും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പിന്നെ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഈ പറഞ്ഞിട്ടുള്ള ലോങ് ടൈം കമ്മിറ്റ്മെന്റ് നോൺ ഫ്ലെക്സിബിൾ ആണിത്, എന്ന് വെച്ചാൽ റിജിഡ് ആണ്. നമ്മൾ വൺസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഫണ്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നു. So it is a process of deciding whether or not to commit resources to a particular long-term project whose benefits are to be realized over a period of time. Then longer than 1 year എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ലോങ് ടൈം പ്രോജക്റ്റിന്റെ കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ടുമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് പ്രതിപാദിക്കുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എന്നും പ്ലാനിംഗ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് അനാലിസിസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം പ്ലാനിംഗ് ഫോർ മേക്കിംഗ് ആൻഡ് ഫിനാൻസിങ് പ്രപ്പോസ്ഡ് ക്യാപിറ്റൽ ഔട്ട്ലേസ് എന്നൊക്കെ നമുക്ക് ഡെഫിനിഷൻസ് ഓരോന്ന് പറയാം. കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് കറണ്ട് ഫണ്ട് ഫോർ ദ ബെനിഫിറ്റ് ടു ബി അച്ചീവ്ഡ് ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. The future benefit are expected to be realized over a series of years. അതായത് കുറെ വർഷമുണ്ട്, ഒരു സീരീസ് ഓഫ് ഇയേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. ആൻഡ് ദ ഫണ്ട് ആർ ഇൻവെസ്റ്റഡ് ഇൻ നോൺ ഫ്ലെക്സിബിൾ ആൻഡ് ലോങ് ടൈം ആക്ടിവിറ്റീസ്. നോൺ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലോങ് ടൈം ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ ഫണ്ട് കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ലോങ് ടൈം ആൻഡ് സിഗ്നിഫിക്കന്റ് എഫക്ട്, പ്രോഫിറ്റബിലിറ്റിയിൽ ലോങ് ടൈം ആയിട്ടുള്ള ഒരു എഫക്ട് ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ഹ്യൂജ് എംപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട് ഇതിൽ വരും. ഇറിവേഴ്സിബിൾ നേച്ചർ ആണ്, വൺസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആണ് വരുന്നത്. ലാർജ് സം ഓഫ് മണിയാണ് ഇവിടെ നമ്മൾ ഡിപ്പാർച്ചർ ചെയ്യുന്നത്. പിന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് പറയാനാണെങ്കിൽ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് ആണെന്ന് പറയാം. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്, അതായത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല. പിന്നെ എന്താണ്, റിവേഴ്സിബിൾ നേച്ചർ, വൺസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് അസറ്റ് ഒക്കെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതല്ല. പ്രോഫിറ്റിനകത്ത് ലോങ് ടൈമിനകത്തുള്ള ഒരു എഫക്റ്റ് ആണ് വരുന്നത്, ലോങ് ടൈം എഫക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി. അപ്പൊ നമ്മളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈമിലാണ് അതിന്റെ നമ്മുടെ ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്ട് ചെയ്യുന്നത്. പിന്നെ ഡിഫിക്കൽട്ടീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനകത്ത് വരുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, the long term investment decisions are difficult to be taken because decision extended to a series of years beyond current accounting period. അതായത് നമുക്ക് ഒരു കറണ്ട് അക്കൗണ്ടിങ് ഇയർ മാത്രമല്ല, ബിയോണ്ട് കറണ്ട് അക്കൗണ്ടിങ് പീരീഡിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. സോ അത്രയും ലോങ് ടൈമിൽ നിൽക്കുന്നതിന്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റീസ് ആണ്. നമുക്കറിയാം ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്. ഇപ്പൊ ഒരു ലോങ് ടൈം ബഡ്ജറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ലോങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് പീരീഡിലത്തേക്ക് ഉള്ള അൺസർട്ടനിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അത് ഭയങ്കര റിലവൻസ് ആണ്, അതുപോലെ റിലവന്റ് ആണ്, അതുപോലെ തന്നെ അത്രയും റിസ്ക്കും അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ നാഷണൽ ഇമ്പോർട്ടൻസ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഹ്യൂജ് ഫണ്ടിന്റെ എംപ്ലോയ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്. അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാനും ഇക്കണോമിക് ആക്ടിവിറ്റീസിനകത്ത് എൻഗേജ് ചെയ്യാനും ഇക്കണോമിക് ഗ്രോത്ത് എന്താണ് റെഡിയാക്കാനും സാധിക്കും. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ പ്രോസസ്സ് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. അത് ചിലപ്പം ഓർഡർ മാറ്റി തന്നിട്ട് കറക്റ്റ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യാൻ ചോദിക്കും.
അപ്പൊ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഐഡന്റിഫൈ ചെയ്യും. പ്രപ്പോസൽസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യും. നമുക്ക് കുറെ പ്രപ്പോസൽസ് ഉണ്ടായിരിക്കും. So the capital budgeting process begins with the identification of investment proposal. The proposal or an idea about potential investment opportunities may originate from top management or may come from rank and file worker of any department. അതായത് എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് വരാം. അപ്പൊ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് വരുന്നത്. നമുക്ക് ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് അവൈലബിൾ ആണോ അതിനെല്ലാം നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം സ്ക്രീനിങ് കണ്ടക്ട് ചെയ്യും. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് വേരിയസ് പ്രപ്പോസൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്താണ് എക്സ്പെൻഡിച്ചർ പ്ലാനിങ് കമ്മിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും മേക്ക് ചെയ്തതിന് ശേഷം ഈ കമ്മിറ്റീസ് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രപ്പോസൽസിനെ എല്ലാത്തിനെയും ഒന്ന് സ്ക്രീൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കമ്മിറ്റി വ്യൂസ് ദീസ് പ്രപ്പോസൽസ് ഫ്രം വേരിയസ് ആംഗിൾസ് ടു എൻഷുർ ദീസ് ഇൻ അക്കോർഡൻസ് വിത്ത് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ്. അതായത് പല ആംഗിളിൽ നിന്നുകൊണ്ട് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യും. അതാണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് റിട്ടേൺ, നമുക്ക് എത്രത്തോളം റിസ്ക് ആണ് ഇതിനകത്തുള്ളത്, നമ്മൾ എത്ര ഫണ്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എത്ര റിട്ടേൺ ആണ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അങ്ങനെ പല പല മെത്തേഡുകളുണ്ട് നമുക്ക് ഇവാലുവേഷന് വേണ്ടിയിട്ട്. ആ ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, IRR, അങ്ങനെ പല പല മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ മൊത്തം ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിന്റെ റിട്ടേൺ കിട്ടാൻ പോകുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിട്ടേൺ എങ്ങനെയാണ്, നമുക്ക് വയബിൾ ആണോ ഫീസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷമല്ലേ നമുക്ക് ഇത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ഈ പറഞ്ഞിട്ടുള്ള ടെക്നിക്സുകൾ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് നമ്മൾ ഇട്ട പൈസ നമുക്ക് തിരിച്ചു കിട്ടും, എത്ര വർഷം കൊണ്ട് ഇത് പേ ബാക്ക് ചെയ്യും എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡുകളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്താ ഇതിനെ മൊത്തം ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് പ്രപ്പോസൽസ് ഉണ്ട്, കണ്ടിജന്റ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് പ്രപ്പോസൽസ് ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രപ്പോസൽസും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രപ്പോസൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രപ്പോസൽസ് വരും. അതിൽ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് പ്രപ്പോസൽ ആണ്. ഇൻഡിപെൻഡന്റ് പ്രപ്പോസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് വിച്ച് ഡു നോട്ട് കമ്പീറ്റ് വിത്ത് വൺ അനദർ ആൻഡ് സെയിം മേ ബി എയ്തർ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിപെൻഡന്റ് പ്രപ്പോസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോട് എന്ത് ചെയ്യത്തില്ല, കോമ്പീറ്റ് ചെയ്യത്തില്ല, അത് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഇതിനെ സെലക്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, മിനിമം റിട്ടേൺ എത്ര കിട്ടുമെന്ന് നോക്കും. ആ മിനിമം റിട്ടേണിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ കണ്ടിജന്റ് പ്രപ്പോസൽ ആണെങ്കിൽ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന്റെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റൊന്നിന്റെ എന്താണ് അക്സെപ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഒരു കാർ ഷെഡ് പണിയണമെങ്കിൽ ആദ്യം ഞാൻ കാർ വാങ്ങണം. ആ പർച്ചേസിങ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാർ ഷെഡ് പണിയുക എന്നുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിന് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ കണ്ടിജന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രപ്പോസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ദോസ് വിച്ച് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ആൻഡ് വൺ ഓഫ് ദോസ് മേ ഹാവ് ടു ബി സെലക്ടഡ് അറ്റ് ദി കോസ്റ്റ് ഓഫ് അനദർ. അതായത് 2-3 ഓപ്ഷൻസ് ഇങ്ങനെ വന്നു നിന്നിട്ട് ഒന്നിനെ നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റതിനെ നമുക്ക് റിജക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നിനെ നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്തിട്ട് മറ്റതിനെ സെലക്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രോജക്റ്റിനെ മൊത്തം ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എന്നിട്ട് സ്ക്രീനിങ് കണ്ടക്ട് ചെയ്ത് എന്നിട്ട് ഇവാലുവേഷൻ, ദെൻ ഫിക്സിംഗ് പ്രയോറിറ്റീസ്. അപ്പൊ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ കുറെ ഡ്രോബാക്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും, പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഏതാണ്, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഏതാണ്, അൺഇക്കണോമിക്കൽ ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യും. നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിസ്ക് കുറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഫൈനൽ അപ്രൂവൽ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രയോറിറ്റീസ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ അപ്രൂവൽ കൊടുക്കും. ഫൈനൽ അപ്രൂവൽ കൊടുത്തതിന് ശേഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് കൂടെ നമ്മൾ എന്തെയും പ്രിപ്പയർ ചെയ്യും. എത്രയാണ് ഇതിന്റെ പ്രപ്പോസൽ അനുസരിച്ചിട്ട് എത്ര എമൗണ്ട് ആണ് വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യും. ദെൻ ഇംപ്ലിമെന്റിംഗ് പ്രപ്പോസൽ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞുള്ള പെർട്ട് CPM പോലെയുള്ള നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് പ്രോജക്ട് മാനേജ്മെന്റിനകത്ത് വരുന്നതാണേ. ഈ പെട്ടിന്റെ CPM-ന്റെ ഡിഫറൻസും അതിന്റെ കോൺസെപ്റ്റ് മാത്രം നോക്കി വെച്ചാൽ മതി, നമുക്കത് വരയ്ക്കാനൊന്നും ചോദിക്കൂല. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര സമയബന്ധിതമായിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പെർട്ട് CPM.
അപ്പൊ അങ്ങനെ നമ്മൾ ഈ പെർട്ടും CPM ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രോജക്ട് ടെക്നിക്കുകൾ. പിന്നെ ലാസ്റ്റ് നമ്മൾ പെർഫോമൻസ് റിവ്യൂ കണ്ടക്ട് ചെയ്യും. പെർഫോമൻസ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കിയതിന് ശേഷം നമുക്ക് അതിന്റെ റിസൾട്ട് എങ്ങനെയാണ്, അതാണ് പെർഫോമൻസ് റിവ്യൂ. ഇത്രയുമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓർഡറിൽ ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിന്റെ കൈൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ കാണും, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റുകളും കാണും. പിന്നെ ഒരു പ്രൊപ്പോസൽസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് റിജക്ട് ഡിസിഷൻ. അക്സെപ്റ്റ് റിജക്ട് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റുകളാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഏതിനെ അക്സെപ്റ്റ് ചെയ്യണം, ഏതിനെ റിജക്ട് ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം റേറ്റ് ഓഫ് റിക്വയർഡ് റിട്ടേൺ, മിനിമം എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട് ഡിസിഷൻ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനോട് കോമ്പീറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും മറ്റത് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി മേ ഹാവ് ദ ഓപ്ഷൻ ഓഫ് ബൈയിങ് എ ന്യൂ മെഷീൻ ഓർ എ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ഓർ ടേക്കിംഗ് ആൻ ഓൾഡ് മെഷീൻ ഓൺ ഹയർ, സെലക്ടിങ് എ മെഷീൻ ഔട്ട് ഓഫ് മോർ ദാൻ വൺ ബ്രാൻഡ്സ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് അവർക്കുള്ളത്. ഒന്നിൽ അവർക്ക് പുതിയൊരു മെഷീൻ മേടിക്കാം, അല്ലെങ്കിൽ എന്താണ് സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പഴയ മെഷീനെ ഹയറിന് എടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് കുറെ ഓപ്ഷൻസ് അവിടെ വരും. അപ്പൊ അവരെന്താണ് പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നേ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്ന് അവിടെ ചൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിനെല്ലാത്തിനെയും റിജക്ട് ചെയ്യും. പിന്നെ ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷൻ. ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രപ്പോസൽ വരുവാണ്. ഒരു 5 പ്രപ്പോസൽ, അത് 5 പ്രോഫിറ്റബിൾ ആണ്. 5 പ്രോജക്റ്റിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് അത്രയ്ക്ക് മാത്രം പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഈ 5 കൂടെ അവർ പറഞ്ഞേക്കുന്ന എമൗണ്ട് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷനിങ്, അതായത് നമ്മളൊരു റേഷന്റെ ബേസിസിൽ നമ്മളിൽ ഉള്ളതിനനുസരിച്ചിട്ട് 5 നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ലിമിറ്റഡ് ഫണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള, നമ്മൾ പറയില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതുപോലെ നമ്മളൊരു റേഷൻ ചെയ്തതിന് ശേഷം കുറച്ച് ഒരെണ്ണത്തിനകത്ത് പിന്നെ അതിനനുസരിച്ചിട്ട് അടുത്തത്, അങ്ങനെ നമ്മൾ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. അതായത് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ്. ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് ഉണ്ട്, അതുപോലെ ലാസ്റ്റ് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്. ഇവിടെ ട്രഡീഷണൽ മെത്തേഡ് ഫസ്റ്റ് വരുന്നത് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രോജക്റ്റിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എത്ര ടൈം പീരീഡ് കൊണ്ടാണ് നമുക്ക് ഈ ഒറിജിനൽ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ക്യാഷ് ഔട്ട്ലേ ഓഫ് ദ പ്രോജക്റ്റ് ഓർ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട്ലേ ഓഫ് ദി പ്രോജക്റ്റ് ഓർ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ അതിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, നമ്മൾ ഇത്ര രൂപയാണ് അതിനകത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഫ്രം ദാറ്റ് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് ആനുവലി എത്ര ഇൻഫ്ലോ ഇങ്ങോട്ട് കിട്ടും. അതിനെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പേ ബാക്ക് പീരീഡ്. ഇതില് ലീസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അതായത് ലീസ്റ്റ് പേ ബാക്ക് പീരീഡ് ഉള്ള പ്രോജക്റ്റിനായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഒരു പ്രോജക്റ്റിനകത്ത് നമ്മൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ പ്രോജക്റ്റിനകത്ത് 1 ലക്ഷം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ പ്രോജക്റ്റ് എയിലാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം എന്ന് പറയുന്നത് 2 വർഷം കൊണ്ടും, പ്രോജക്റ്റ് ബിയിലാണെങ്കിൽ നമുക്ക് 1 വർഷം കൊണ്ടും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, സിംഗിൾ ഇയറിൽ കിട്ടുന്നതായിരിക്കും. 2 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ, നമുക്ക് 1 വർഷം കൊണ്ട് കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ലീസ്റ്റ് പീരീഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് ഇക്വേഷൻ നോക്കി വെക്കണം, അതിന്റെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് നോക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒത്തിരി വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല, പക്ഷെ ഓരോന്നിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ആക്സെപ്റ്റ് റിജക്ട് ഡിസിഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കണം. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കിയാണ്, എ പ്രോജക്റ്റ് കോസ്റ്റ് 1 lakh ആൻഡ് ഈൽഡ് ആൻഡ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 20,000 ഫോർ 8 years. 8 years പീരീഡിൽ നമുക്ക് എന്താണ് 20,000 വെച്ചിട്ടാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ 1 lakh ഡിവൈഡഡ് ബൈ 20,000 ഇടുമ്പോൾ 5 years എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 1 ലക്ഷം നമുക്ക് തിരിച്ചു പിടിക്കാം. പിന്നെ പേ ബാക്ക് പീരീഡ് മെത്തേഡ് അടുത്തത് എന്താണ്, ഡിറ്റർമിൻ ദി പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഫോർ എ പ്രോജക്റ്റ് വിച്ച് റിക്വയർസ് എ ക്യാഷ് ഔട്ട്ലേ ഓഫ് 10,000 ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ. അതായത് 10,000 ആണ് ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ലേ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000, 4,000, 3,000 അങ്ങനെ ഓരോന്ന് തന്നിട്ടുണ്ട്.
അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 10,000 ഇതും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 10,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഫോർ 3 ഇയേഴ്സ്. അപ്പൊ എത്രയാണ്, 9,000 എന്ന് വരും. അപ്പൊ എന്താണ്, അപ് ടു ദി തേർഡ് ഇയർ നമുക്ക് മൂന്നാമത്തെ വർഷം വരുന്ന വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 10,000 എപ്പോ ആവും എന്നാണ് നോക്കുന്നത്. മൂന്നാമത്തെ വർഷം ആകുമ്പോൾ 9,000 നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാലാമത്തതും കൂടെ കൺസിഡർ ചെയ്യും. നാലാമത്തെ വർഷത്തിന്റെ 2,000 കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും 11,000 ആയി പോവും. അപ്പൊ അങ്ങനെ 1,000 എക്സ്ട്രാ വരുമ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു രീതിയിൽ എന്താണ് 10,000 1,000 ഡിവൈഡ് ബൈ 2,000 ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 6 മന്ത് നമ്മൾ കണ്ടുപിടിക്കും, എത്ര മാസത്തേക്കാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് 3 ഇയേഴ്സ് ആൻഡ് 6 മന്ത് എന്ന് അതിന്റെ ആൻസർ കിട്ടും. പിന്നെ എന്താണ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒരു മോഡലും കൂടെ ഉണ്ട്. അതായത് പ്രോജക്ട് കോസ്റ്റ് 5 lakh ആൻഡ് yield ആനുവലി എ പ്രോഫിറ്റ് ഓഫ് 80,000 ആഫ്റ്റർ ഡിപ്രീസിയേഷൻ അറ്റ് 12% ബട്ട് ബിഫോർ ടാക്സ് 50%. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ ആദ്യം നമ്മൾ ആ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുക്കുക. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, നമ്മുടെ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണ് 80,000. ആ 80,000ത്തിന്റെ 50% ടാക്സ്. അപ്പൊ നമ്മൾ ആ ടാക്സ് അതിൽ നിന്ന് 80,000ത്തിന്റെ 50% 40,000 ഡിഡക്ട് ചെയ്യണം. 40,000 എന്ന് കിട്ടി. ഈ 40,000ത്തിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷനും ടാക്സും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ബട്ട് ആഫ്റ്റർ ടാക്സ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 1 lakh എന്ന് കിട്ടും. ആ 1 lakh പിന്നെ നമ്മൾ എന്താണ്, നമ്മുടെ കോസ്റ്റിന്റെ പ്രോജക്റ്റ് കോസ്റ്റ് 5 lakh ഡിവൈഡഡ് ബൈ 1 lakh ഇടുമ്പോൾ 5 ഇയേഴ്സ് എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ രീതിക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കിക്കോ. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പേ ബാക്ക് പീരീഡിന്റെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് അതൊക്കെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ലേയും ഇൻഫ്ലോയും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയാനാണെങ്കിൽ സിമ്പിൾ ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് സേവ് ചെയ്യാൻ എളുപ്പമാണ്. ലോങ്ങർ പേ ബാക്ക് പീരീഡ്, അതായത് ഇൻ ദിസ് മെത്തേഡ് പ്രോജക്ട് വിച്ച് ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ഈസ് പ്രിഫേർഡ്. നമുക്ക് ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് ഒബ്സലൻസൻസ് ഒന്നും അധികം വരത്തില്ല, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഡിപ്രീസിയേഷൻസ് ഒന്നും വരത്തില്ല. പേ ബാക്ക് പീരീഡ് എന്താണ്, ഏറ്റവും കുറഞ്ഞ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡ്യൂ ടു ഇറ്റ് ഷോർട്ട് ടൈം അപ്രോച്ച് ദിസ് മെത്തേഡ് ഈസ് പർട്ടിക്കുലർലി സ്യൂട്ടഡ് എ ഫേം വിച്ച് ഷോർട്ടേജ് ഓഫ് ക്യാഷ്. അതായത് ഇപ്പൊ ഈ എല്ലാ ഫേമിനും ബെറ്റർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും നല്ല ലിക്വിഡിറ്റി പൊസിഷൻ ഇല്ലാതുള്ള ഫേമിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആണ്. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ അക്കൗണ്ട് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പേ ബാക്ക് പീരീഡ് വരെ ഉള്ളതേ നമ്മൾ അതിന്റെ പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിന്റെ ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പോർഷൻ ഒത്തിരി തീരാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിപ്പോകുന്നത്. പേ ബാക്ക് പീരീഡിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ അപ്രോച്ചിന് നമ്മൾ ഈ പറഞ്ഞായിരുന്നല്ലോ, അതായത് പ്രോഫിറ്റ് ബാക്ക് ആഫ്റ്റർ പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഡ്രോബാക്ക് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള പ്രോഫിറ്റബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്യും. അപ്പൊ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. ആദ്യം നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കും. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ അതിന് ശേഷം വരുന്ന പ്രോഫിറ്റ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് പേ ബാക്ക് പീരീഡിനകത്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇനിഷ്യൽ ഔട്ട്ലേ 50,000 ഉണ്ട്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 10,000 തന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് നമുക്ക് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് 5 ഇയേഴ്സ് എന്ന് കിട്ടും. അപ്പൊ മൊത്തം 8 വർഷത്തിന്റെ പ്രോജക്റ്റ് ആണ് ഇത്. ഇവിടെ തന്നിട്ടുണ്ട് 8 ഇയേഴ്സിന്റെ പ്രോജക്റ്റ് ആണ്. അപ്പൊ 8ൽ 5 വർഷമാണ് അതിന്റെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8ൽ നിന്ന് 5 പോയിട്ട് ബാക്കി 3 വർഷം. ആ 3 വർഷത്തെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഈ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ പേ ബാക്ക് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്.
പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ബാക്ക് റെസിപ്രോക്കൽ ആണ്. പേ ബാക്ക് റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ബാക്ക് റെസിപ്രോക്കൽ മെത്തേഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോജക്റ്റിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എത്രയാണ് റിട്ടേൺ കിട്ടുന്നതെന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംടൈംസ് എന്ത് യൂസ് ചെയ്യാറുണ്ട്, റെസിപ്രോക്കൽ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ റെസിപ്രോക്കൽ ആകുമ്പോൾ നേരെ തിരിച്ചു വരും, ആ ഇക്വേഷൻ നേരെ തിരിച്ചിടും. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കണം, എല്ലാ വർഷവും ആ പ്രോജക്റ്റിന് ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കണം. ദ പ്രോജക്ട് അണ്ടർ കൺസിഡറേഷൻ ഹാസ് എ ലോങ് ലൈഫ് ആൻഡ് വിച്ച് മസ്റ്റ് ബി എന്താണ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ പേ ബാക്ക് പീരീഡ്. അതായത് പ്രോജക്റ്റ് നമ്മളുടെ കൺസിഡറേഷനിലുള്ള പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലൈഫ് ആയിരിക്കും ഇതിന് ഉള്ളത്, വേണ്ടുന്നത്. അറ്റ്ലീസ്റ്റ് ടോയ്സ് ദ പേ ബാക്ക്, അതായത് എന്താണ് പേ ബാക്ക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ലോങ് ലൈഫിലുള്ളതായിരിക്കണം. അതുപോലെ പേ ബാക്ക് പീരീഡിനെക്കാളും ടോയ്സ് ഇരട്ടി വരുന്നതായിരിക്കണം ഇതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ലോങ് ലൈഫ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഫണ്ട് ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കണം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ പേ ബാക്ക് റെസിപ്രോക്കൽ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേ ബാക്ക് പീരീഡിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റിന്റെ പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള പീരീഡ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പൊ പോസ്റ്റ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ഇൻ ടു എന്താണ് അക്കൗണ്ട് ദ പീരീഡ് ബിയോണ്ട് ദി പേ ബാക്ക് മെത്തേഡ്. എന്ന് വെച്ചാൽ പേ ബാക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് പീരീഡ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സർപ്ലസ് ലൈഫ് ഓവർ പേ ബാക്ക് മെത്തേഡ്. എന്ന് വെച്ചാൽ പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള സർപ്ലസ് ലൈഫ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ദ പ്രോജക്ട് വിച്ച് ഗീവ്സ് ദ ഗ്രേറ്റസ്റ്റ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മേ ബി അക്സെപ്റ്റഡ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡിലാണെങ്കിൽ ലീസ്റ്റ് വരുന്നതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡിനകത്താണെങ്കിൽ നമ്മൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പേ ബാക്ക് പീരീഡ് ഹയസ്റ്റ് വരുന്നതാണ് നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് എന്ന് വെച്ചാൽ പേ ബാക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ടൈം വാല്യൂ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയും കൂടെ ഒരു എന്താണ് ഇംപ്രൊവൈസ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്. അതാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്ത് വെച്ചുകൊണ്ട് പോയാൽ മതിയേ. ഈ ഡിസ്കൗണ്ടഡ് ഒന്നും ചോദിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ PV ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ എമൗണ്ടുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മാനുവലി ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് ചോദിക്കത്തില്ല. തിയറി പഠിച്ചു വെച്ചിരുന്നാൽ മതി. പ്രസന്റ് വാല്യൂവിന്റെ ഒക്കെ മിക്കവാറും തിയറി, അല്ലാന്നുണ്ടെങ്കിൽ പ്രസന്റഡ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും നമുക്ക് ഡയറക്റ്റ് തരും, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും തരും. അപ്പൊ നമ്മൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എന്ന് കുറച്ചാൽ മതി, അപ്പോഴേക്കും നമുക്ക് മറ്റേ ഇത് കിട്ടും, NBV ഫാക്ടർ കിട്ടും. അതൊക്കെ സിമ്പിൾ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ പ്രോബ്ലം ആണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തിയറി മാത്രം നോക്കിയാൽ മതി. ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി വെച്ചാൽ മതിയേ. ഇനി അടുത്തൊരു മെത്തേഡാണ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഈസ് അതർവൈസ് നോൺ ആസ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിന് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ. അതായത് നെറ്റ് പ്രോഫിറ്റ് ഡിപ്രീസിയേഷനും ടാക്സും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് ഈ മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. According to this method, various projects are ranked in order to the rate of earnings or rate of return. അതായത് ഓരോന്നിന്റെ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബേസിസിലാണ് നമ്മൾ പ്രോജക്റ്റിനെ റാങ്ക് ചെയ്യുന്നത്. ഇപ്പൊ ദ പ്രോജക്ട് വിത്ത് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് സെലക്ടഡ് ആസ് കമ്പയർഡ് ടു വൺ വിത്ത് ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ നമ്മൾ പീരീഡിന്റെ ബേസിസിലല്ല, എത്ര റിട്ടേൺ കിട്ടും അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോജക്റ്റിൽ 2 ലക്ഷം രൂപയും അതിന്റെ റിട്ടേൺ കിട്ടും. മറ്റേതിനകത്താണെങ്കിൽ 2 ലക്ഷത്തി 50,000 ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് ഹയസ്റ്റ് വരുന്ന എമൗണ്ട് റിട്ടേൺ കിട്ടുന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് ഹയസ്റ്റ് എമൗണ്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേണിനകത്ത് തന്നെ കുറെ ഇതുണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ആൻഡ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി പ്രോജക്ട് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 100 ഇട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ കുറെ പ്രോഫിറ്റ് കുറെ ദിവസത്തെ കുറെ വർഷത്തെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് എല്ലാം കൂടെ
കൂട്ടിയതിന് ശേഷം നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് ഇപ്പം എ പ്രോജക്ട് വിച്ച് റിക്വയേഴ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ് 5 lakh ആൻഡ് ഹാസ് എ സ്ക്രാപ്പ് വാല്യൂ 20,000. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ആണ്. ആഫ്റ്റർ 5 years it is expected to yield profit after depreciation and tax before during 5 years amounting to അതായത് ഈ പറഞ്ഞിട്ടുള്ള 5 വർഷത്തേക്കുള്ള അതിന്റെ പ്രോഫിറ്റ് ആണ് പറയുന്നത്. 40,000, 60,000, 70,000, 50,000, 20,000. അപ്പൊ നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ 40, 60, 70, 50, 20,000 ഇതിനെല്ലാത്തിനെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2,40,000 എന്ന് കിട്ടും. ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് 5 ചെയ്യുമ്പോൾ 48,000 എന്ന് കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ 5 ലക്ഷമാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നെങ്കിലും നമുക്ക് ഈ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിപ്രീസിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിനകത്ത് 20,000 കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് അതിന്റെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5 ലക്ഷത്തിൽ നിന്ന് 20,000 പോയിട്ട് 4,80,000. അപ്പൊ 48,000 ഡിവൈഡഡ് ബൈ 4,80,000 10% എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ വേരിയേഷൻ ഓഫ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അതായത് ഇൻ ദിസ് മെത്തേഡ് ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ആൻഡ് ഡിപ്രീസിയേഷൻ ഇസ് ഡിവൈഡഡ് വിത്ത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് അല്ല എടുക്കുന്നത്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് തരുന്ന മൊത്തം എടുക്കും, ആവറേജ് എടുക്കാതെ, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി അടുത്തത് റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ യൂസിങ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് പ്രിഫേർഡ് ബിക്കോസ് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്കവേർഡ് ഓവർ ദ ലൈഫ് ഓഫ് ദി അസറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജസ്. അപ്പോൾ ഒരു മെഷീന്റെ ബിഗിനിങ്ങും അതുപോലെ തന്നെ അതിന്റെ ഡിപ്രീസിയേഷനും ഒക്കെ വരുന്ന എമൗണ്ടും ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം ഫുൾ എമൗണ്ട് നമ്മൾ ഇപ്പോൾ ഒരു 5 വർഷത്തേക്കാണ് എത്ര വർഷത്തേക്കെന്ന് തന്നേക്കും അത് മൊത്തം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ 2 എടുക്കും. ഇവിടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവറേജ് ആണ് എടുക്കുന്നത്, മറ്റേത് ടോട്ടൽ പ്രോഫിറ്റ് തന്നെയാ. എന്നിട്ട് നെറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവറേജ് ആണ് ഇവിടെ എടുക്കുന്നത്. റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേതൊക്കെ നമ്മൾ പ്രോഫിറ്റിന്റെ ആവറേജ് ആണ് എടുത്തത്. ഇവിടെ എന്താണ്, ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും, എന്നിട്ട് അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. അപ്പൊ ആ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യും. പേര് തന്നെ ഉണ്ട്, അത് ഓരോന്ന് ആ വാക്ക് ഏകദേശം ഓരോ മെത്തേഡ് പഠിക്കുക, ആ മെത്തേഡിനകത്ത് എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആവറേജ് റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് സിമ്പിൾ ആണ്. അവിടെ ആവറേജ് റിട്ടേൺ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എടുക്കുന്നത്. ആ പേര് തന്നെ ഉണ്ട്. ആ പ്രോഫിറ്റ് എല്ലാം കൂടെ തരുമ്പോൾ അതിനെല്ലാം കൂടെ പറക്കി കൂട്ടി എത്ര വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് റിട്ടേൺ കിട്ടി. എന്നിട്ട് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുക, സിമ്പിൾ ആണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ 2 ഈ എമൗണ്ട് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇൻറ്റു 100. അപ്പോഴേക്കും നമുക്ക് എന്താണ് ആവറേജ് റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് കിട്ടും. ഈ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിനകത്ത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേണിനകത്ത് ഇത്രയുമാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന. പിന്നെ ഒരു ട്രഡീഷണൽ ടൈപ്പിൽ വരുന്നത് തന്നെയാണ്, അതിനകത്ത് ഇത്രയും വെറൈറ്റീസ് ആണ് ഉള്ളത്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അതുപോലെ തന്നെ റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്, പിന്നെ ആവറേജ് റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്. നമുക്ക് ആ ഈ പേര്, ഇതിന്റെ മെത്തേഡിന്റെ പേര് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഇക്വേഷൻസും കൂടെ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സ്റ്റാറ്റും മാത്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. എങ്ങനെയുണ്ട് ഇക്വേഷൻ എല്ലാം കൂടെ കേട്ട് പ്രാന്തായ? നിങ്ങൾ എല്ലാരും ലീവ് ചെയ്താ? എല്ലാരും ഇല്ലേ? ഓക്കെ ആണോ ഇതുവരെ? ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോവാം. സമയം ഒട്ടും കളയാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഓടി ഓടി പോകുന്നത്. ഇത് നേരത്തെ പറഞ്ഞ തന്നെ കേട്ടോ. അഡ്വാൻറ്റേജസ് പറയുമ്പോൾ സിമ്പിൾ ആണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് യൂസ് എന്റെ ഏർണിങ്സ് എന്ന് വെച്ചാൽ എന്റെ ഏർണിങ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, പേ ബാക്ക് പോലെയല്ല. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് പ്രോഫിറ്റിന്റെ ബേസിസിലുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഡേറ്റ നമുക്ക് റെഡി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയാനാണെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന്. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
ഓക്കെ. അപ്പം എന്താണ് ഈ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, ഇന്നിപ്പോ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ വാല്യൂ ഫ്യൂച്ചറിൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. ആ ഫ്യൂച്ചറിൽ നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞുള്ള ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് റിട്ടേൺ മെത്തേഡിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ് അതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ടൈം അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്ന് മെത്തേഡ് ഭയങ്കര സിമ്പിൾ ആണ്. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി അഡ്ജസ്റ്റ്മെന്റ് എന്നാ അങ്ങനെ അത് 3 മെത്തേഡ്. ഇക്വേഷൻ പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഭയങ്കര സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അത് ഇപ്പൊ പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്. എന്താണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വരുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ ദിസ് മെത്തേഡ് ടേക്ക് ഇൻ കൺസിഡറേഷൻ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ബൈ ഇൻക്ലൂഡിംഗ് ഫാക്ടർ ഓഫ് ടൈം എലമെന്റ്. നമ്മൾ ടൈം എലമെന്റിന്റെ ഫാക്ടർ നമ്മളിവിടെ കൺസിഡർ ചെയ്യും. അതായത് ഇറ്റ് റെക്കഗ്നൈസ് ദ ഫാക്ട് ദാറ്റ് എ റുപ്പി ഏൺഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ സെയിം റുപ്പി ഏൺ ടുമോറോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നാളെ നമ്മൾ ഏൺ ചെയ്യുന്നതിനെക്കാട്ടിലും വർത്ത് കൂടുതൽ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയുടെ അല്ലെങ്കിൽ ഇതിന്റെ മൂല്യം മാറി മാറി വരെയല്ലേ, കുറഞ്ഞ് അങ്ങോട്ട് പോകുന്നതോറും അങ്ങനെയല്ലേ വ്യത്യാസം വരും. സോ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഏൺ ചെയ്യുന്നതാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഏൺ ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് എന്താണ് വർത്ത് വൈലായിട്ടുള്ളത്. സോ ദ പ്രസന്റ് വാല്യൂ ഓഫ് all inflows and outflows of cash occurring during the entire life of the project is determined separately for each year by discounting these flows by the firm's cost of capital or predetermined rate. ഒന്നുമില്ല, ഈ ക്യാഷ് ഫ്ലോസിനെയും ക്യാഷ് ഔട്ട് ഫ്ലോസിനെയും നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റേറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിസ്കൗണ്ടഡ് ഫോമിലോട്ട് മാറ്റും. മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യും. അതാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ എന്ത് ചെയ്യും, മിനിമം റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹഡിൽ റേറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷം പ്രസന്റ് വാല്യൂ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ പറഞ്ഞുള്ള പ്രസന്റ് വാല്യൂ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ഇൻഫ്ലോയ്ക്കകത്ത് ഇതിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഔട്ട്ഫ്ലോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇഫ് പ്രസന്റ് വാല്യൂ, നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ ആണെങ്കിൽ, when the present value of cash inflow is either exceeds or equal to the present value of cash outflow. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവോ സീറോയോ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ക്യാഷ് ഇൻഫ്ലോ ഒന്നുകിൽ അത് കൂടുതലാണ് ഏത് ഔട്ട്ഫ്ലോയെക്കാട്ടിലും, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ്. അങ്ങനെ വരുന്ന പ്രപ്പോസലിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. നേരെ തിരിച്ചു വരുന്നതിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ലെസ് ദാൻ ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിജക്ട് ചെയ്യും. ആൻഡ് സെലക്ട് ബിറ്റ്വീൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് project should be ranked in order to net present values. എന്താണ് അപ്പൊ സെലക്ട് ബിറ്റ്വീൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് project should be ranked in order to present values. First preference should be given to the project having maximum positive net value. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുറെ പ്രോജക്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സീറോ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ കിട്ടി കഴിഞ്ഞാലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പോസിറ്റീവ് വാല്യൂവിൽ ഏറ്റവും ഹൈയസ്റ്റ് വരുന്നതിനെയൊക്കെ ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്ന് സപ്പോസ് ഒന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1, 2, 3, 7 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 7 ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് വന്നേക്കുന്ന 7 അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ ഓരോന്നിന്റെ റേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്ന. പ്രസന്റ് വാല്യൂ ടേബിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് എക്സും വൈയും തരും. അതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫും ഫുള്ള് ഇയറിലുള്ള എന്താണ് പ്രോഫിറ്റ് തന്നേക്കും. ഇൻഫ്ലോയിനെയും ഔട്ട്ഫ്ലോയെയും നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കും. ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോ ചെയ്യും. അപ്പൊ ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സീറോയോ പോസിറ്റീവ് ഫിഗറോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ഇതിന്റെ കഥ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജമ്മത്ത് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫാക്ടർ ഇട്ടേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാൽക്കുലേറ്റർ ഇല്ലാതെ സാധിക്കത്തില്ല. ഈ എമൗണ്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതെന്താണെന്നുള്ള കോൺസെപ്റ്റ് മാത്രം നോക്കി വെച്ചാൽ മതി. ഇവിടെ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതൊരു സിറ്റുവേഷനിൽ ഇത് നല്ലൊരു മെത്തേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ തന്നെ വേണമെന്നില്ല.
അൺഇവൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആണെങ്കിലും നമുക്ക് എന്താണ് ഈ പ്രസന്റ് വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഏർണിംഗ്സ് ഓവർ ദ എൻഡിയർ ലൈഫ് പ്രോജക്ട്, അതായത് മൊത്തം ഏർണിംഗ്സ് എൻഡിയർ ലൈഫ് ദ പ്രോജക്റ്റിന്റെ മൊത്തം ലൈഫ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി. ഇതിന്റെ അവിടുത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡുമായിട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ് കമ്പയർ ചെയ്യുന്നതും കാൽക്കുലേഷൻസും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റിന് ആ ഒരു ലൈഫ് സ്പാനിനനുസരിച്ചിട്ട് ആ കാൽക്കുലേഷൻസ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താണ്, ഇറ്റ് മേ നോട്ട് ഗീവ് ഗുഡ് റിസൾട്ട് വൈൽ കമ്പയറിംഗ് പ്രോജക്റ്റ്. അൺഈക്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു പ്രോജക്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പൊ ഇത്രയുമാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. ഈ എൻ പി വിക്കകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എൻ പി വി കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ വെച്ചിട്ടാണ്. പിന്നെ അതിന്റെ അക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നെഗറ്റീവ് ഫിഗർ ആണ് വന്നെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും, പോസിറ്റീവ് ഫിഗറോ സീറോ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ അതിൽ മനസ്സിലാക്കാൻ. ഓക്കെ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ ആണ്. ഓക്കെ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് നമ്മൾ ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതോ ഒരു റേറ്റ്, ഇന്ത്യൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വിൽ ഈക്വേറ്റ് വിത്ത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പല പല റേറ്റുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് തന്നെ ഇപ്പൊ 10% ഉണ്ട്, 8% ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റേറ്റ് ഓഫ് പ്രോഫിറ്റിന്റെ എൻ പി വിയുടെ റേറ്റുകളുണ്ട്. 8, 10, 12 അങ്ങനെ 14. ഇതിൽ ഏതോ ഒരു റേറ്റ് ഇട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവും. അങ്ങനെ ഈക്വൽ ആക്കുന്ന അല്ലെങ്കിൽ ആ റേറ്റിനെയാണ് അല്ലെങ്കിൽ ആ റേറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഈ ഇൻഫ്ലോയിനെയും ഔട്ട്ഫ്ലോയിനെയും ഈക്വൽ ആക്കുന്ന റേറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ട്രയലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇൻഫ്ലോ ഈക്വൽ ആവുന്നത് ഔട്ട്ഫ്ലോയ്ക്ക് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് IRR മെത്തേഡ്. IRR മെത്തേഡിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഇത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയും ഇന്റേണൽ റേറ്റ് ഓഫ്, അതായത് എന്താണ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു വിത്ത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, സോറി ഔട്ട്ഫ്ലോ. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇറ്റ് ഈസ് എ റേറ്റ്, അതായത് വെൻ NPV സീറോ, NPV സീറോ ആകുമ്പോൾ അത് IRR ആയി. NPV എപ്പോഴാണ് സീറോ ആവുന്നത്? ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് അത് മൈനസ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആണെങ്കിലല്ലേ നമുക്ക് സീറോ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ NPV ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അല്ലെങ്കിൽ NPV സീറോ ആയി കഴിഞ്ഞാൽ അത് ഈക്വൽ എന്ന് വെച്ചാൽ NPV സീറോ ആവണമെങ്കിൽ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആയിരിക്കണം. ആ ഈക്വൽ ആയിട്ട് വരുന്ന റേറ്റ് ഏതാണോ ആ റേറ്റിനെയാണ് നമ്മൾ ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യമേ നമുക്ക് അറിയത്തില്ല, നമ്മൾ ഓരോ റേറ്റുകൾ ഇട്ടിട്ടിട്ട് ചെയ്ത് നോക്കി കണ്ടുപിടിക്കും. അത് ഒരു കാരണവശാലും ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കാര്യം എളുപ്പമല്ല, സമയം കുറെ പോകുന്നതാണ്, കാൽക്കുലേഷൻ ഒത്തിരി ഉള്ളതാണ്. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, കോൺസെപ്റ്റ് മാത്രം മതി. വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ഓവർ ദ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻസ് ആണ് തന്നേക്കുന്നത്. നമുക്ക് അത് വേണ്ട ശരിക്കും. നെക്സ്റ്റ് ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേണിന്റെ പ്രോബ്ലം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ വെറുതെ ചെയ്ത് നോക്കിക്കോ, സമയം കളയാതെ കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. ഇല്ല, കാൽക്കുലേഷൻസ് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നു. ആണ്, ഇല്ല, റൂൾ മാത്രം നോക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമുക്ക് ഈക്വൽ ആവുന്ന റേറ്റ്. ആഹാ. വെറുതെ നോക്കിയിട്ട് ഇവരെ സമയം കളയാന്നേ ഉള്ളൂ, ഇതിന്റെ പ്രോബ്ലം ഒന്നും ചോദിക്കത്തില്ല ടീച്ചറെ. പിന്നെ ഇവർക്ക് ഒരു സമാധാനത്തിന് വേണേ നോക്കി വെച്ചേക്കട്ടെ, അത്രേ ഉള്ളൂ. പേ ബാക്ക് ചോദിക്കാം, മറ്റേ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണും ചോദിക്കാം. പിന്നെ ARR, പിന്നെ NPV യുടെ വേണമെങ്കിൽ ചോദിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസന്റഡ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തന്നിട്ട് ചോദിക്കാം.
അല്ലാതെ ഒന്നും ചോദിക്കൂല. ഇനി ഇത് എളുപ്പമാണ്. അടുത്ത പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പിന്നെ ഇതിന്റെ വേറെ പേരുകളൊന്നും നോക്കി വെച്ചേക്കണേ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് അതർവൈസ് നോൺ ആസ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ഡിസൈറബിലിറ്റി ഫാക്ടർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ റിലേഷൻഷിപ്പ് ആണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പിന്നെ എന്താണ്, the net profitability index can be found as profitability index എന്താണ് -1. പ്രപ്പോസൽ നമ്മൾ എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റഡ് ഇഫ് ദി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് മോർ ദാൻ 1. മോർ ദാൻ 1 ആകുമ്പോഴാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. റിജക്റ്റഡ് ഇൻ കേസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ലെസ് ദാൻ 1. 1ഉം മോർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതിൽ താഴെയാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിജക്ഷൻ റൂൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി, എന്താണ് കോൺസെപ്റ്റ്, അത്രയും മതി. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് അർജൻസിയാണ്. ചില സമയത്ത് നമുക്ക് അർജന്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മെഷീനറി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ സംടൈംസ് നമുക്ക് എന്താണ് പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് മേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഡിഗ്രി ഓഫ് സെർട്ടനിറ്റി ആണ്, അതായത് എത്രത്തോളം റിസ്ക് കുറഞ്ഞിട്ടുള്ള സെർട്ടനിറ്റി ഓഫ് പ്രോഫിറ്റ്, ഇത്രത്തോളം സെർട്ടനിറ്റി ഉണ്ട്, അങ്ങനെ ഒരു സെർട്ടനിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് പറയാം. പിന്നെ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്, അതായത് സംടൈംസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹാസ് ടു മേഡ് ഡ്യൂ ടു സർട്ടൻ ഇമോഷണൽ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഇപ്പൊ സേഫ്റ്റി അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് വർക്കേഴ്സ്, പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ്, ഇങ്ങനെയൊക്കെ പ്രസ്റ്റീജിയസ് ഒക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ സംടൈംസ് ഇപ്പം മിക്കവാറും ഒക്കെ എല്ലായിടത്തും തമ്പ് ഇംപ്രഷൻ ആണ്, നമ്മുടെ എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിലർ എന്താണ് പ്രസ്റ്റീജിന്റെ ഭാഗമായിട്ട് അത് ചിലപ്പം സെലക്ട് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് ആ ഒരു ഡിസിഷനിൽ കാരണമായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ ഫേമിന്റെ ഗുഡ് വിൽ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ലീഗൽ ഫാക്ടേഴ്സ്, അതായത് ചില സമയത്ത് റൂള് വന്നു കഴിഞ്ഞാൽ, നിയമം ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില അസറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഫണ്ടിന്റെ അവൈലബിലിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാം. പിന്നെ ഫ്യൂച്ചർ ഏർണിംഗ്സ് ആണ്, ആ ഒരു പ്രോജക്റ്റിന്റെ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏർണിംഗ്സ് എത്രയാണ്, അതുപോലെ അതിൽ നിന്നുള്ള ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒബ്സലസൻസ് എങ്ങനെയാണ്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ കോസ്റ്റ്, ആ പ്രോജക്റ്റിന്റെ മൊത്തം കോസ്റ്റ് എത്രയാണെന്നുള്ളത്. ഇനി അടുത്തത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആണ്. നമ്മള് ട്രഡീഷണൽ മെത്തേഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോന്നായിരുന്നു, നമ്മുടെ ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്.